ഡോക്ടർമാർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യമില്ല. പാവപ്പെട്ട രോഗികൾ വന്നാൽ മരുന്ന് കുറിച്ച് കൊടുക്കും. അവരെവിടെയെങ്കിലും പോയി പണം ഉണ്ടാക്കിക്കൊണ്ടിരണം. ഇപ്പം എല്ലാ പാവങ്ങൾക്കും അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അവർക്ക് പോകാൻ കഴിയുന്നത് ഗവൺമെൻറ് ആശുപത്രികളിലാണ്. 10 വർഷമായിട്ട് അത് നന്നാക്കാൻ വന്നവരല്ലേ അവർ? 10 വർഷമായി എല്ലാം നന്നാക്കാൻ വന്നവരല്ലേ? എന്താ നന്നാക്കിയത്? ഇന്ന് സർക്കാർ ആശുപത്രി നടന്നു പോകുന്നവൻ മൂക്കി പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന സ്ഥിതിയാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി അതീവ ദയനീയമാണ്. എല്ലാം ശരിയാക്കാൻ വന്നവരാണ് ആളുകളെ ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. അത് ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ആ തെറ്റുകൾ തിരുത്തി പാവപ്പെട്ട ജനങ്ങൾക്ക്, സർക്കാർ ആശുപത്രിയിൽ പോകുന്ന പാവങ്ങൾക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. അത് ചെയ്യാതെ ഞങ്ങളുടെ മേലെന്തിനാ കുതിര കയറുന്നു? പ്രതിപക്ഷത്തിന് ഉത്തരവാദി ഇതെല്ലാം തുറന്നു കാണിക്കാനുള്ളതാണ്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. അതുപോലെ ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വീണ ജോർജ് 24 ഒരു മറുപടി നൽകിയിട്ടുണ്ട്. പകൽ 7 മണി അവിടെയുള്ളവർക്കൊക്കെ രാവിലെയാണ്, MC റോഡിലൂടെയാണ് പോയതെന്നൊക്കെയാണ് മറുപടി. അല്ല, സാധാരണഗതിയിൽ 6 മണിക്ക് മന്ത്രി ആ വീട്ടിൽ പോകുമെന്ന് ആരെങ്കിലും കരുതുമോ? അപ്പോൾ പ്രതിഷേധത്തെ ഭയന്നല്ലേ വെളുപ്പിന് 5 മണിക്ക് അവിടെ വന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഇറങ്ങി 6 മണിക്ക് വീട്ടിൽ ചെല്ലുക. അപ്പോൾ അത് പകൽ വെളിച്ചത്തിൽ പോകാനുള്ള പേടി കൊണ്ടല്ലേ? പകൽ വെളിച്ചത്തിൽ പോകണമായിരുന്നു മന്ത്രി ധൈര്യത്തോടെ. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് വെളുത്തിന് 4 മണിക്ക് റെഡിയായി 5 മണിക്ക് യാത്ര തിരിച്ച് 6 മണിക്ക് വീട്ടിലെത്തുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ പറയാതെ എല്ലാവർക്കും മനസ്സിലാവും. കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ നാടകീയ സംഭവത്തെ പ്രതിപക്ഷം എങ്ങനെയാണ് കാണുന്നത്? ഇന്നലെ സസ്പെൻഷന്റെ കാര്യത്തിൽ 2 തട്ടായിരുന്നു. ഇന്ന് ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ നടപടിയുണ്ടെന്ന വാർത്ത വരുന്നു. വാസ്തവത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ വൻ തകർച്ചയെ നേരിടുകയാണ്. കുറേ കാലമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കുട്ടികളെ മറ്റ് വിദേശ സർവകലാശാലകളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ പരീക്ഷകൾക്കോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനോ ഒന്നുമല്ല പ്രാധാന്യം. ഇവർ തമ്മിലുള്ള തമ്മിലടിയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തമ്മിലടി കാരണം സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും മന്ദീഭവിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ ഭാവിയെ കരുതിയെങ്കിലും ഇത്തരം തമ്മിലുള്ള അടി, വഴക്ക് എന്നിവ നടത്തണം. കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളുടെയും സ്ഥിതി ഇതാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര്, ആ പോര് കാരണം പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളാണ്. ഒരു സർവകലാശാലയും നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്നില്ല. സർവകലാശാലകളുടെ പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നന്നായി നടക്കുന്നില്ല. കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. അപ്പം ഗുരുതരമായ അവസ്ഥയാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളുള്ളത്. ഇവർ തമ്മിലുള്ള തമ്മിലടി, ഗവർണറും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള തമ്മിലടി കാരണമാണ് ഈ പ്രശ്നം. എന്നാൽ ഇത് മുൻകൈയെടുത്ത് ഗവർണർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നല്ലോ. എന്തുകൊണ്ട് രാഷ്ട്രപതിയെ സമീപിച്ചുകൂടാ? എന്തുകൊണ്ട് മറ്റേ നിയമ നടപടികൾ സ്വീകരിച്ചുകൂടാ? അതൊന്നും ചെയ്യാതെ ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾ കാണുകയായിരുന്നു. തത്സമയമാണ് കണ്ടത്.